ഹായ് ഓൾ, നമുക്കിന്നൊരു ബീഫ് ബിരിയാണി റെസിപ്പി ആയിട്ടോ കാണിക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റായിട്ടുള്ള ബീഫ് ബിരിയാണി. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയ്ക്ക് പോകാം. ഞാനിപ്പോൾ ഒരു 3/4 kg ബീഫാണ് എടുത്തിരിക്കുന്നത്. ആ 3/4 kg ബീഫിന് ഒരു 6 സവോള നീളത്തിലരിഞ്ഞതും ഒരു 5 തക്കാളി നീളത്തിലരിഞ്ഞതും പിന്നെ സ്പൈസസ് എല്ലാം രണ്ട് സ്പൈസസ് വെച്ച് അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് കേട്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് 100 ഗ്രാം, 2 ചില്ലി, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, മിൻറ്റ് ലീവ്സ്. പിന്നെ ബീഫ് ഞാൻ ഇച്ചിരി മുളകിട്ടൊന്ന് വേവിച്ച് വെച്ചേക്കുന്ന ബീഫാട്ടോ. പൗഡർ വന്നിട്ട് കുറച്ച് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പാൻ ചൂടായതിന് ശേഷം ഓണിയൻ ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കർണാടക സ്റ്റൈൽ ബിരിയാണി ആട്ടോ. എൻ്റെ മദറിലോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പം കേരള സ്റ്റൈലല്ല, കർണാടക സ്റ്റൈലാണ്. വളരെ ടേസ്റ്റി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓണിയൻ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്ന വരെ മിക്സ് ആക്കണം കേട്ടോ. അത് ഒന്ന് നല്ലൊരു ബ്രൗണിഷ്. ഇപ്പോൾ അത് ഓണിയൻ ഞാൻ ഒരു ഉപ്പും ചേർത്തിട്ടില്ല. ഉപ്പിട്ട അമ്മ പറയുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്ന്. ഉപ്പ് ഒന്നും ചേർക്കാണ്ട് സമയം എടുത്താൽ ഓണിയൻ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാവും. ഇപ്പോൾ കാണാലോ ഓണിയൻ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്രൗണിഷാണ്. ഇപ്പോൾ നന്നായിട്ട് ബ്രൗണിഷ് ആയതിന് ശേഷം നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം കൂടി ഇട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ച് ടൈം എടുത്ത് മിക്സ് ആക്കണം കേട്ടോ. അതിന് ശേഷം കൊറിയാണ്ടർ ലീവ്സ് ഇടാം. കൊറിയാണ്ടർ ലീവ്സും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ കൊറിയാണ്ടർ ലീവ്സും മിൻറ്റ് ലീവ്സും ഒരുമിച്ച് ഇടാം. അമ്മ ഇത് സെപ്പറേറ്റാണ് ഇട്ടേക്കുന്നത്. അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മിൻറ്റ് ലീവ്സും ഇടാം. അമ്മയത് ഇടാൻ മറന്നുപോയതാണ്. രണ്ടും ഒരുമിച്ചാണ് നമുക്ക് ഇട്ടാലും കുഴപ്പമില്ല, രണ്ടായിട്ടും ഇടാം. നമ്മളത് 2 ടൈമായിട്ട് ഇട്ടെന്നേ ഉള്ളൂ. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കാണാലോ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. അതിൻ്റെ മണം നമുക്ക് അറിയാൻ സാധിക്കും. അടുക്കി പിടിക്കാണ്ട് ഇളക്കണം കേട്ടോ. കാരണം പൊടികളൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടുക്കി പിടിക്കാണ്ട് ഇളക്കണം. ഇനി 2 പച്ചമുളക് അതും കൂടെ ഇടുക കേട്ടോ. ഗ്രീൻ ചില്ലി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇടാം. ഇപ്പോൾ ഓൾറെഡി ബീഫിൻ്റെ അകത്തും ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ അകത്തും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കേട്ടോ 2 ഇട്ടേക്കുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഇട്ട് അതും ഒന്ന് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി കേട്ടോ. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതും ഒരു 3-4 മിനിറ്റ് ശരിക്കും ഒന്ന് ഇളക്കി കൊടുത്താൽ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു ഇതാവുള്ളൂ. വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് വഴണ്ട് വന്നോളും. അത് കഴിഞ്ഞതിന് ശേഷം തക്കാളി ആഡ് ചെയ്യാം. തക്കാളിയും കൂടെ ആഡ് ചെയ്ത് അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. തക്കാളി ഒന്ന് വെന്ത് ഒന്ന് ഉടയുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി പുളിപ്പില്ലാത്ത 1 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. പുളിപ്പുള്ള തൈര് എടുക്കല്, കാരണം തക്കാളി ഇതെല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര പുളിയായി പോവും. പുളിപ്പില്ലാത്ത 1 കപ്പ് തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കാണാൻ സാധിക്കും എല്ലാം നല്ലൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്, നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ആഡ് ചെയ്യാം. ഞാൻ ബീഫ് ഓൾറെഡി ഒരു 4-5 വിസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ബീഫ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ എണ്ണയും ആ മസാല ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയ വെള്ളമാണ്. അത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ലാസ്റ്റ് ഞാൻ പറയാതെ എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഞാൻ ബീഫ് മാത്രം ആഡ് ചെയ്യുന്നു. അതൊന്ന് ആഡ് ചെയ്ത് ബീഫും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇനി നന്നായിട്ട് ഇളക്കി അതും ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇനി വെള്ളത്തിൻ്റെ അളവാട്ടോ. ഞാനിതിലേക്ക് 3/4 kg ബീഫിന് 1 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. സാധാരണ നമ്മൾ അരിയും ഇതിൻ്റെയും അളവനുസരിച്ചല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് 3/4 kgക്ക് ഞാൻ 1 ലിറ്റർ വെള്ളം, ഒരു കുപ്പി നിങ്ങൾക്ക് കാണാം, 1 ലിറ്റർ വെള്ളമാട്ടോ ഞാൻ ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്ക് റൈസ് ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കാം. അതിലേക്ക് ഞാൻ ഇപ്പം 3/4 kgക്ക് ഞാൻ 3/4 kg റൈസും എടുത്തിട്ടുണ്ട്. 3/4 kg ബീഫ്, 3/4 kg റൈസ്, ജീര റൈസ് ആട്ടോ എടുത്തിരിക്കുന്നത്. അതൊന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇപ്പം. ഇനിയാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള സോൾട്ട് ഒന്ന് പൊന്തി നിൽക്കണം, എന്നാലേ റൈസുമായിട്ട് ഈക്വൽ ആവുള്ളൂ. അത് കഴിഞ്ഞിട്ടിപ്പം റൈസ് നന്നായിട്ട് ബോയിലായാൽ മതി കേട്ടോ. ബോയിലായതിന് ശേഷം ആ റൈസ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്നാന്ന് വെച്ചാൽ റൈസ് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ബോയിലായതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് വേവിച്ചിട്ടില്ല. ആ റൈസും ബീഫും ഒന്ന് വെള്ളത്തിലൊന്ന് മൂടി നിൽക്കണം. അതാട്ടോ ഇതിൻ്റെ അളവ്. നിങ്ങൾ 1 kg ഉണ്ടാക്കുന്നെങ്കിൽ റൈസ് ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ കാണാൻ സാധിക്കും അതൊന്ന് ഈക്വൽ ആയിട്ടിരിക്കണം. ഒരുപാട് കയറുകയും ചെയ്യല്, കുറയുകയും ചെയ്യല്. ഇനി അതൊന്ന് ദമ്മിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ നമ്മുടെ ബീഫ് ബിരിയാണി റെഡി. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ആ ബീഫിൻ്റെ ആ എണ്ണയും ആ മസാലയില്ലേ അതൊന്ന് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാട്ടോ.
ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പം ഇനി അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് ആ മസാലയൊക്കെ ഒന്ന് ഇളകി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ടേസ്റ്റായിരുന്നു ബിരിയാണി. ഒത്തിരി സ്പൈസി ഇല്ലായിരുന്നു, ആവശ്യത്തിന് സ്പൈസി ആയിരുന്നു, നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ആ അവസാനത്തെ ആ ബീഫിൻ്റെ ഇതും കൂടെ ഒഴിച്ചപ്പോൾ നല്ല ഇതായി. ഇനി തൈര് പച്ചടിയും കൂട്ടി നമുക്ക് കഴിക്കാം. താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.